ആ ഒരു ക്ലയൻറ്റ് നമ്മുടെ കമ്പനിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരൊരു ERP സൊല്യൂഷന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രോസസ്സ് മാനേജ് ചെയ്യാൻ, അവരുടെ ബിസിനസ് മാനേജ് ചെയ്യാൻ അവർ 3-4 സോഫ്റ്റ്വെയറുകൾ പ്ലസ് 50ഓളം എക്സൽ ഷീറ്റുകൾ അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അവരുടെ ലീഡ് മാനേജ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ, അവരുടെ അക്കാഡമിക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേറൊരു സോഫ്റ്റ്വെയർ, അവരുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യാൻ ടാലി, അതുപോലെ തന്നെ അവരുടെ പ്ലേസ്മെൻറ്റ് മാനേജ് ചെയ്യാൻ വേറൊരു മൊഡ്യൂൾ. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളെ ഡിപ്പെൻഡ് ചെയ്ത് പരസ്പരം കണക്ഷൻ ഇല്ലാത്ത ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഡിഫറൻറ്റ് പ്ലാറ്റ്ഫോമാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഈ റിപ്പോർട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ വേണ്ടി ഈ 50ഓളം ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. അവർ ആ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്നും അവരുടെ ആ ഒരു ബിസിനസ് സ്ട്രക്ചറിൽ നിന്നും നമ്മുടെ ERPയിലേക്ക് അവർ സ്വിച്ച് ചെയ്യുമ്പോൾ, ERPയിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്, അവരുടെ വർക്ക് ഫ്ലോ എങ്ങനെയാണ്, അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് വളരെ ഡീപ്പായി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചു, സ്റ്റഡി ചെയ്തു. അതിനനുസരിച്ചാണ് നമ്മൾ അവർക്ക് വേണ്ട ERP ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ പ്രോബ്ലംസൊക്കെ പഠിച്ചു, അവരുടെ റിക്വയർമെൻറ്റ്സ് അനലൈസ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. അവരുടെ ബിസിനസ്സിൽ അതെങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്നത്, എവിടെയൊക്കെ അവർക്ക് കോസ്റ്റ് ഡിഡക്റ്റ് ആവുന്നത്, എത്ര % ഡിഡക്റ്റ് ആവും, ആ രീതിയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് അവർക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷമാണ് നമ്മുടെ ERPൻ്റെ ഡിസൈനിലേക്ക്, ERPൻ്റെ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നിടത്തേക്ക് നമ്മൾ എത്തുന്നത്.